ശാന്തമായി അമർന്നിതോമറി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുവിനോട് രഹസ്യത്തിൽ സംഭാഷിച്ച് രക്ഷയ്ക്കുള്ള വഴി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന മതപണ്ഡിതനും ഉപദേഷ്ടാവും ഉയർന്ന അധികാരസമിതിയായ സന്നിധ്യം സംഘത്തിലെ അംഗവും കുലീന കുടുംബാംഗവും സമ്പന്നനുമായ നിക്കോദമോസിനെ കുറിച്ചുള്ള വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ വിവരണത്തിലെ പുതുജന്മത്തെക്കുറിച്ച് നമുക്കല്പമായി ചിന്തിക്കാം. രാത്രിയിൽ നടന്ന ഈ എപ്പിസോഡിന് അധികം പ്രചാരം ലഭിക്കാത്തതിനാലായിരിക്കണം മറ്റു സുവിശേഷങ്ങളിലൊന്നും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ 3:3 പറയുന്നു, യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ അരക്ഷിതാവസ്ഥയുടെയും മൂലകാരണം പുതുജനനം ഉള്ള മനുഷ്യരുടെ അഭാവമാണ്. ഇസ്രയേൽ, ഇറാൻ, അമേരിക്ക സൈനിക ശക്തികളുടെ സംഘർഷങ്ങൾ ലോകത്തിൻ്റെ ഒരറ്റത്തിൽ കഴിയുന്ന നമ്മെയും വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ മിസൈൽ വർഷം നമ്മളുടെ മാത്രമല്ല ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. അവിടെ കഴിയുന്നവർ നമ്മളെക്കാൾ അധികം ഭയചകിതരായി കഴിയുന്നു. പുതുതായി ജനിക്കാത്ത മനുഷ്യർ ലോകത്തിലുള്ളിടത്തോളം സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. പുതുതായി ജനിക്കുക എന്നത് ഒരു ആന്തരിക പ്രക്രിയയാണ്. റീബർത്ത് ഈസ് ആൻ ഇൻവേർഡ് പ്രോസസ്. റഷ്യൻ സാഹിത്യകാരനായ ദയസ്തോവ്സ്കി എഴുതിയതേറെ പ്രസക്തമെന്ന് തോന്നുന്നു. ക്രിസ്തുവിൻ്റെ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കുന്ന ഉടമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ കൊന്നൊടുക്കുന്നത് കണ്ടുകൊണ്ടേയിരിക്കണമായിരുന്നു. എല്ലാവരെയും കൊന്നൊടുക്കി ഒരാൾ അപരനെയും കൊന്നിട്ട് താൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമായിരുന്നു. ഇത് ചെയ്യാത്തത് കുരിശിൽ ഒരു പ്രത്യാശയുടെ തുരുത്ത് ഇന്നും അവശേഷിക്കുന്നത് കൊണ്ടാണ്. നോമ്പുകാലത്ത് നാം പുതുതായി ജനിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നുകൂടെ ഓർക്കാം. മാതാപിതാക്കളിൽ നിന്ന് നമുക്കൊരു ജീവശാസ്ത്രപരമായ ബയോളജിക്കൽ ബർത്ത് ലഭിച്ചു. ഉയരത്തിൽ നിന്നാണ് പുതുതായ ജനനം അഥവാ റീബർത്ത് ഉണ്ടാകേണ്ടത്. നമ്മുടെ ബപ്തിസ്മ ശുശ്രൂഷയിൽ പാപത്തെ ജ്ഞാനാർത്ഥമായി കഴുകിക്കളയുന്നതിന് വെള്ളം ശുദ്ധീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുദ്ധീകരണ പ്രാർത്ഥന ചൊല്ലി പൈതലിനെ സ്നാനപ്പെടുത്തുന്നത്. കുഞ്ഞ് വളരുമ്പോൾ കളിപ്പാട്ടങ്ങൾ തനിക്ക് മാത്രം മതിയെന്നും മറ്റാർക്കും കൊടുക്കത്തില്ല എന്നും ശാഠ്യം പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മാതാപിതാക്കളുടെ ഉപദേശം കൊണ്ടും അധ്യാപകരുടെ ശിക്ഷണം കൊണ്ടും വേദപഠനം കൊണ്ടുമൊക്കെയാണ് ഒരു പൈതൽ പുതുജന്മത്തിൽ വളരപ്പെടുന്നത്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ലോകത്തിൽ പിറന്നു വീണ നമ്മൾ പുതുതായി ജനിച്ച് ക്രിസ്തു എന്ന തലയോളം വളരാൻ ഈ നോമ്പിൽ നമുക്ക് ആവുന്നിടത്തോളം ശ്രമിക്കാം. യുദ്ധവും സംഘർഷങ്ങളും കലാപങ്ങളുമുള്ള ഇടങ്ങളിൽ പുതുജന്മത്തിൻ്റെ ആത്മാവിനെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങൾക്കൊക്കെ ലോകത്തിൽ ജനിക്കാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ജനനം മാത്രം പോരാ, പുതുജന്മവും ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. പുതുജന്മം പ്രാപിച്ചവരായി ജീവിക്കാൻ നാഥ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ക്രിസ്തുയേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.